ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനു വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ അവകാശവാദം കോൺഗ്രസിനുണ്ടാക്കുന്നത് വമ്പൻ തലവേദന. മൂന്നാം സീറ്റ് നൽകുന്നതിലുള്ള ബുദ്ധിമുട്ട് കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളെ ഉഭയകക്ഷി ചർച്ചയിൽ അറിയിച്ചു. ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റ് നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും നിർദ്ദേശിച്ചു. ഇതിനെല്ലാം ഉപരി ഈ വിഷയം UDFന് തിരിച്ചടിയാകുമെന്ന് സ്ഥാപിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസ്. രാജ്യസഭാ സീറ്റിൽ പോലും കരുതലോടെ മാത്രമേ തീരുമാനം വരൂ. ജൂലൈയിൽ ഒഴിവുവരുന്ന 3 സീറ്റിൽ 2 LDFന് ജയിക്കാൻ കഴിയുമ്പോൾ 1 UDFന് ലഭിക്കുക. അത് കോൺഗ്രസ് വേണ്ടെന്ന് വച്ചാൽ രാജ്യസഭയിൽ 2 ലീഗ് അംഗങ്ങളും ഒരു കോൺഗ്രസ് അംഗവുമായി മാറും. അവരെല്ലാം ഒരേ സമുദായത്തിൽ നിന്നുള്ളവർ കൂടിയായാൽ പ്രതിസന്ധി പുതിയ തലത്തിലെത്തും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാമുദായിക അസന്തുലിതാവസ്ഥയുണ്ടാക്കിയെന്ന ആരോപണം കോൺഗ്രസ് നേരിടേണ്ടി വരും. 5ാം മന്ത്രിപദ വിവാദമാണ് കേരളത്തിൽ BJPയെ വളർത്തിയത്. സമാന രാഷ്ട്രീയാവസ്ഥ വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കരുതലോടെ തീരുമാനം എടുക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യം. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് 5ാം മന്ത്രി സ്ഥാനത്തിനായി ലീഗ് UDFൽ പിടിമുറുക്കിയത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ നിർണായകമായി. അതുകൊണ്ട് സമാന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ചിന്തയാണ് സമവായം സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ പ്രേരിപ്പിച്ചതെന്ന വിലയിരുത്തലുണ്ട്. കോൺഗ്രസുമായുള്ള 2 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസ് മുമ്പോട്ട് വെച്ച രാജ്യസഭാ സീറ്റ് എന്ന നിർദ്ദേശം ലീഗ് നേതാക്കൾ തത്വത്തിൽ അംഗീകരിച്ചു. അതോടെ സീറ്റ് സംബന്ധിച്ച UDFലെ ഉഭയകക്ഷി ചർച്ചകൾ അവസാനിച്ചു. 27-ന് ചേരുന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അന്നു തന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടായേക്കും. രാജ്യസഭാ സീറ്റ് പിന്നീടുള്ള കാര്യമാണെന്നും ഇപ്പോൾ ലോക്സഭാ സീറ്റാണ് വേണ്ടതെന്നുമുള്ള വാശിയോടെയാണ് ലീഗ് നേതൃത്വം ചർച്ചയ്ക്കെത്തിയത്. 3ാം സീറ്റ് ആവശ്യപ്പെടാൻ ലീഗിനുള്ള അവകാശം കോൺഗ്രസ് അംഗീകരിച്ചപ്പോഴും അത് നൽകുന്നതിൽ തങ്ങൾക്കുള്ള സാങ്കേതിക ബുദ്ധിമുട്ടാണ് നേതാക്കൾ അവതരിപ്പിച്ചത്. ഇത് ഏതാണ്ട് സമവായത്തിലെത്തിക്കുകയും ചെയ്തു. ചർച്ചകൾക്കൊടുവിൽ ലീഗ് നേതാക്കൾ ആലുവ പാലസിൽ നിന്ന് സംതൃപ്തിയോടെയാണ് പുറത്തു വന്നത്. ചർച്ച അനുകൂലവും തൃപ്തികരവുമാണെന്ന് ലീഗ് നേതാക്കൾ പ്രതികരിച്ചു. കോൺഗ്രസിനു വേണ്ടി നേതാക്കളായ K. സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, MM ഹസൻ എന്നിവരും ലീഗിനു വേണ്ടി നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, ടി മുഹമ്മദ് ബഷീർ, PMA സലാം, MK മുനീർ, KPA മജീദ് എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. 3ാം സീറ്റ് വിഷയത്തിൽ UDF സംതൃപ്തരെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ചർച്ചയിൽ കോൺഗ്രസും ലീഗും സംതൃപ്തരാണ്. നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, എന്നാൽ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കില്ല. എല്ലാം വളരെ പോസിറ്റീവാണെന്ന് VD സതീശൻ പറഞ്ഞു. അതിനിടെ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരനും അറിയിച്ചു. ഇതോടെ പ്രതിസന്ധി അയയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. അധികമായി ഒരു രാജ്യസഭാ സീറ്റ് നൽകുമെന്നാണ് വാഗ്ദാനം. എത്രയോ വർഷത്തെ ബന്ധമുള്ള സഹോദര പാർട്ടിയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടിയാണ്. മുന്നണിയിലെ 2ാമത്തെ പ്രധാന കക്ഷിയാണ് ലീഗ്. അതനുസരിച്ച് ഭംഗിയായി ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യവും ഞങ്ങൾ പറഞ്ഞ കാര്യവും പരസ്പരം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചയാണ് നടന്നത്. ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ സ്ഥലത്തില്ല. അദ്ദേഹം എത്തിയ ശേഷം മറ്റന്നാൾ ചർച്ച നടത്തും. ഫൈനൽ തീരുമാനമുണ്ടാകും. ചർച്ച വളരെ ഭംഗിയായി പൂർത്തിയായെന്ന് VD സതീശൻ പറഞ്ഞു. ഈ വർഷവും അടുത്ത വർഷവും ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകൾ ലീഗിന് കിട്ടുമെന്നാണ്. ഇതോടെ 2026-ന് ശേഷം അബ്ദുൾ വഹാബിന് രാജ്യസഭയിൽ തുടരാനാകും.